ഹായ് ഫ്രണ്ട്സ് ടൂറിട്ട് പോവാം. അങ്ങനെ മിയ ഇത് ഫൈനൽ പാർട്ടാണ്. മിയ അപ്പ അതിൽ കണ്ട് ഹാപ്പി ആയിരുന്നു. ബേബീസിന് അതായിട്ട് 7 പറയായിരുന്നു. ഞങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട്. 7 പേർ അവർക്ക് ബിസി കൊണ്ട് പറയായിരുന്നു. ബേബീസ് 8 വയസ്സ് വെച്ച് മണ്ടത്തരം ചെയ്യായിരുന്നു. ഭയങ്കര മണ്ടത്തരം ചെയ്യായിരുന്നു. ഹീറോ കേട്ടായിരുന്നേ ബേബീസിയുടെ മമ്മി ഞാനുണ്ടാക്കാം. അത് ഫസ്റ്റ് ബേബി വന്നു. ജെന്നി ബേബി പറഞ്ഞു മമ്മി ഞാൻ മെഡിസിൻ നിറയെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതെല്ലാം യൂസ് ആവും ശരിപ്പാ എന്ന് പറയുന്നു. ജേഹബ് ബേബീസ് പറഞ്ഞ ട്രീനോട് സംസാരിക്കാൻ നിനക്ക് എന്താ പ്രശ്നമുണ്ട് എന്നെ കാതൊക്കെ വെച്ച് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നു. നിനക്കിതാ പ്രശ്നം എന്നെ മാജിക് യൂസ് ചെയ്തായിരുന്നു. ബേബീസ്ക്കെല്ലാം ഓർന്ന് മാജിക് യൂസ് ചെയ്യായിരുന്നു. ഡാഡി മമ്മിയില്ല എന്നിട്ട് ജിന്ന് ബേബി പറഞ്ഞ് ഡോട്ട് മെഡിസിൻ എല്ലാം ചെയ്യാൻ പറ്റും. അതേമാതിരി ജിന്നു വന്നില്ല. ഹീറോയിൻ ഡാഡി ഹീറോയിൻ്റെ അങ്കിൾ ഹോസ്പിറ്റലാണ് ജോബ് ചെയ്യുന്നത്. അങ്കിൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്കിൾ പറയുന്നു എന്താ ഞാൻ ഇല്ലപ്പ നീ ചെയ്യണപ്പാ എന്ന് പറയായിരുന്നു ബേബിനോട്. ജിന്ന് ശരി ജിന്നില്ല, ജിന്ന് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നില്ല പോനി വന്നിരുന്നു. അതിലൊരു ഫാക്ഷൻ ഒരാൾക്ക് അസുഖം പറ്റിയതില്ല, ആൾക്ക് കഴിഞ്ഞില്ല പറഞ്ഞ സീരിയസ് പറഞ്ഞായിരുന്നു. രക്ഷിക്കാൻ പറ്റുന്നില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്കിൾക്കൊന്നും ചെയ്യില്ല. ഗ്രാൻഡ് പാ എന്ന് പറഞ്ഞ ഒരു വോയിസ്. തിരിഞ്ഞു നോക്കുമ്പോൾ ജിന്നിൽ ബേബി. ഗ്രാൻഡ് പാ എന്ന് പറഞ്ഞ ഹാക്കിച്ചത് എന്താ മോനെ വന്നിട്ടുള്ള എന്താ ഗ്രാൻഡ് പാ, ഞാനൊരു പേഷ്യൻ്റ് നോക്കിയായിരുന്നു, സീരിയസ് ആയിട്ടുണ്ടല്ലോ എന്ന് ഗ്രാൻഡ് പാ എന്ന് പറയായിരുന്നു ആ ബേബിക്ക് പറഞ്ഞ 6 വയസ്സായിരുന്നു. പറഞ്ഞ 7 വയസ്സ് 6 വയസ്സ് കഴിഞ്ഞ് 7 വയസ്സായിപ്പോൾ ബേബി പറയായിരുന്നു. ഇത് ക്യൂട്ടായിട്ട് പറഞ്ഞു തുടങ്ങി. ആദ്യപ്പാ ഇത് സീരിയസ് ആണ്, ഗ്രാൻഡ് പാ വിഷമിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോവാ ശരിടാ എന്ന് പറയുന്നത്. അതായത് കോട്ട് ഷൂട്ട് അത് ബേബിക്ക് വേണ്ടി ഒരു ഷർട്ട് ഡ്രസ്സ് ഉണ്ടായിരുന്നു. അതിനായിട്ട് വന്നു ഡോക്ടർ. ശരി അങ്ങനായിട്ട് ആ ഡോക്ടർ എല്ലാവർക്കും അറിയാം. ആ ബേബി പറഞ്ഞ് എല്ലാം സോൾവ് ആവും എന്ന് പറയായിരുന്നു. എല്ലാവരും നമ്പയില്ലായിരുന്നു. അതിലൊരു ചീഫ് ഡോക്ടർ വന്നു. സാർ ഈ ബേബിനെ വെച്ച് എന്താന്ന് വിചാരിച്ചത്, ഇതാണ് ബേബിക്കല്ലേ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഡോക്ടർ വരുന്നു, മിസ്റ്റേക്ക് ഒരു ഡോക്ടർ വരുന്നല്ലേ, ആ ഡോക്ടറുടെ മകനാ, ഇവനിക്കല്ലേ ചെയ്യാൻ പറ്റുമെന്ന് പറയായിരുന്നു. ബേബി ഗ്രാൻഡ് പാ ഇതാണ് പ്രശ്നം എന്നെ എല്ലാം ഉണ്ടാക്കി. പിന്നെ ഗ്രാൻഡ് പാ മെഡിസിൻ പറഞ്ഞാൽ ഞാൻ എത്തിക്കാം ഗ്രാൻഡ് പാ, ഇത് മെഡിസിൻ പറഞ്ഞാൽ ബാഗിലുണ്ടായിരുന്ന മെഡിസിൻ ഇത് കൊടുത്താൽ പ്രശ്നം സോൾവ് ആവും ഗ്രാൻഡ് പാ, ഈ മെഡിസിൻ കൊടുത്താൽ മതി എന്ന് പറയായിരുന്നു. അതിൽ കുറച്ച് മെഡിസിൻ മാത്രം നാളെ എത്തും ഗ്രാൻഡ് പാ, പാതി ഉണ്ടായത്ര ഗ്രാൻഡ് പാ എന്ന് പറയുന്നു. ശരിപ്പാ പാതി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഗ്രാൻഡ് പാ, ഇത് നല്ല മെഡിസിനാണ്, ഇതിട്ട കോണാവും, ഇത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു, ഇതിപ്പോൾ കൊടുത്തോ എന്ന് പറയുന്നു. ശരിപ്പാ മെഡിസിൻ തീർന്നിട്ടുണ്ട് എൻ്റെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഗ്രാൻഡ് പാ എന്ന് പറഞ്ഞു. കുറച്ച് മെഡിസിൻ ഞാൻ കുറഞ്ഞിട്ടുണ്ട്, ഇത് ഇവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. അതിലെല്ലാം സോൾവ് ആയിരുന്നു. അങ്ങനെയായിട്ട് ഗ്രാൻഡ് പാ ഞാൻ പോകുന്നുണ്ട് പറഞ്ഞു. ശരി പറഞ്ഞു. ആ ഫേഷ്യൻ്റെ വൈഫിനക്ക് ആർക്കും രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയായിരുന്നു. അവർക്ക് രക്ഷപ്പെട്ടു. അവർക്കൊണ്ട് അവരുടെ ഹസ്ബൻഡ് വൈഫൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് ഹോമിസ്റ്റർക്കാണ് അസുഖം പറ്റിയത്. അതെ അങ്ങനെ കൊണ്ട് ഹോമിസ്റ്ററിൻ്റെ മകൻ വന്നായിരുന്നു. മകൻ വന്ന് കേൾക്കാമായിരുന്നു ഇത് ആരാ, ഇത് ബേബിയായിരുന്നു. അങ്ങനെ ഈ ബേബിനെ കണ്ട മതിയാണല്ലോ. ഞാൻ എൻ്റെ ക്രഷിൻ്റെ മകനാണോ, ഹായ് ബേബി. ആ ബേബി നോക്കുമ്പോൾ ജിന്നു ബേബി നോക്കും, ഇവൻ എൻ്റെ മമ്മീൻ്റെ പുറകെ നടന്ന ആളാ എന്ന് കണ്ടേക്കാതെ പോയിരുന്നു. ആദ്യമായിട്ട് ബേബീസ് ഇപ്പം എല്ലാ ബേബീസ് കളിക്കായിരുന്നു. എന്താടാ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടായിരുന്നു. അയ്യോ ചേട്ടനൊന്നും എന്താ അറ്റി എന്താടാ, എല്ലാം സോൾവായി, ഇനി മെഡിസിൻ പോകാനുള്ളതാ. അപ്പം ജിന്നു പെട്ട് വന്നായിരുന്നു ഓർഡർ പേട്ട്. ഒന്നുമില്ല എല്ലാം റെഡിയാ എന്ന് പറയായിരുന്നു. ഓക്കെ ഇനി പാതി ഉള്ളത് അങ്ങനെ എല്ലാം റെഡി ആക്കിയായിരുന്നു. ഇനി പകുതി മാത്രം ഉള്ളത് ഇനി ഹോസ്പിറ്റലിലേക്ക് ആ മെഡിസിൻ അയച്ചായിരുന്നു. ഗ്രാൻഡ് പാ ഈ മെഡിസിൻ ഇങ്ങനെ ബേബി വന്നായിരുന്നു. എന്താ ഗ്രാൻഡ് പാ മരുന്നെല്ലാം റെഡിയാണ്, സീക്രട്ട് റൂം അവിടെയാണ് ഗ്രാൻഡ് പാ. അതിന് ഗ്രാൻഡ് പാ വന്നായിരുന്നു. അങ്ങനെ സീക്രട്ട് റൂം, ആ സീക്രട്ട് റൂമിന് 8 മെഡിസിൻസ് ഇവിടെയുള്ള മെഡിസിൻ പാതി മാത്രം അവർക്ക് ഒരു ആൾക്കാർന്ന് വെച്ച് ഇതാക്കായിരുന്നു. അങ്ങനെ മെഡിസിൻ എല്ലാം കൊടുത്ത് സോൾവ് ആവും എന്ന് പറയായിരുന്നു. അങ്ങനെ മെഡിസിൻ എല്ലാം കൊടുത്തായിരുന്നു. അങ്ങനെ ഫാമിലീസ് ഹാപ്പി ആയിരുന്നു. അങ്ങനെ ബേബി സോറൊന്നും വെച്ച് ഹാപ്പി ആയിരുന്നു. ഇതൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നന്നായിട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങിയായിരുന്നു. സ്കൂളിൽ പഠിക്കാൻ വരിക ഞാൻ ചെയ്യായിരുന്നു. അപ്പം നമ്മളെ ഷുഗാൻ്റെ ബേബി പറഞ്ഞ ഇതെല്ലാം നമുക്കൊരു പ്ലേസ് പോവാം. ഞാനൊരു പ്ലേസ് നോക്കിയിട്ടുണ്ട് മോം, ഞങ്ങൾ ആ പ്ലേസിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. കുറേ പാവങ്ങൾ കഷ്ടപ്പെടാം, ആ ഗ്രാമത്തിൽ കുറച്ച് പേര് കഷ്ടപ്പെടാം, അവർക്ക് ഞങ്ങൾ സ്വന്തം ഒരു വീട് ഉണ്ടാക്കിയിട്ട് കൊടുത്തു വരാം എന്ന് പറഞ്ഞു. ഒരു പ്ലേസ് പറഞ്ഞാൽ അവിടെ ആരുമില്ല, ആ പ്ലേസിൽ പണം ആരുമില്ല, പിന്നെ നിറയെ അവരുണ്ട്, അവർക്ക് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പോവാം. പിന്നെ അവിടെ ഉള്ള കുറച്ച് ജനങ്ങളെ കുറച്ച് മാറ്റിയായിരുന്നു. ആ കാട് എല്ലാം നശിപ്പിച്ച് പോയിരുന്നു.
സുഖം നോക്കാൻ മണലിലെ പ്രശ്നമുണ്ട്. അങ്ങനെ മണലിൽ വെച്ച് ഒരു അനിമൽസ് വരുത്തി അത് ഫുള്ള് മണൽ വെച്ച് പിന്നെ അവിടെ കുറച്ച് വീട് കെട്ടിച്ചായിരുന്നു. എന്നാൽ ആ പ്ലേസിലേക്ക് ആരും പോകുന്നില്ല. ഒരു പ്ലേസ് അവർക്ക് ആ പ്ലേസിൽ വീട് നന്നായിട്ട് കെട്ടിച്ച് കൊടുത്തു. അവർക്കെല്ലാം താമസിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ കൃഷി അത് ഇതെല്ലാം എല്ലാം അവിടെ വേഗം നട്ടുപോയി വേഗം കൊടിക്കും. അത് മാത്രമല്ല അവിടേക്ക് ആരും വരാൻ കഴിയില്ല. അത് കുറേ നാൾ കഴിഞ്ഞ് കൊടിക്കും. അങ്ങനെ ഇങ്ങനെ നിറയെ ഉണ്ടാക്കിയിട്ട് വെച്ചായിരുന്നു. അത് മാത്രമല്ല അവിടെ പശു പിന്നെ കുറച്ചുള്ള ഗ്രാമത്തുകാർക്ക് ഹെൽപ്പ് ചെയ്തായിരുന്നു. ഇത് സീക്രട്ട്. ഇവിടെ എല്ലാവരും ഇത് കേട്ടോളണം. ഈ പ്ലേസിക്ക് മറ്റാർക്കും ഈ കാര്യം അറിയാൻ കാല കാര്യം അറിഞ്ഞ ഇവിടെ ഉള്ള ഒരു പറഞ്ഞ ഒരു അനിമൽസ് തന്നെ അവർക്ക് മറന്നു പോകും. അതെ, ഇവിടെ എന്ത് കെട്ട കാര്യം ചെയ്യാൻ വന്നവർക്കെല്ലാം മറന്നു പോകും. ഇവിടെ ഉള്ളവരെ തെറ്റ് ചെയ്യാൻ കഴിയില്ല. എല്ലാം ഹാപ്പി ആയിട്ടിരിക്കണം ബേബീസ് പറഞ്ഞായിരുന്നു. അങ്ങനെ കൊണ്ട് അവരെല്ലാം ഗ്രാമത്തലവന്മാർ അവർ ഭയങ്കര അതിലൊരു നല്ല മനുഷ്യനെ ഗ്രാമത്തലവനെ ഉണ്ടാക്കി. അവിടുത്തെ കാരണമല്ല ഇത് ഫാമിലി വൻസുമൻ ഇങ്ങനെ ഉണ്ടാവണം. ഇല്ല തെറ്റ് ഒരു മാജിക് ക്രിസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. അവർ തെറ്റ് ചെയ്യുമ്പോൾ വെളിയിൽ പോകും അകത്ത് പോകുമ്പോൾ മറന്നിട്ട് പോകാൻ വേണ്ടി അതൊരു കല്ലായിരുന്നു. അത് അവർക്ക് എന്താ ആപത്ത് വരാൻ പാടില്ല. ആപത്ത് വരാൻ പോകുന്ന ആളെ കണ്ടുപിടിച്ച് ഇത് ചെയ്യണമെന്നു. അങ്ങനെ ഹാപ്പിയായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ബേബീസ് നല്ല കാര്യം ചെയ്യുന്നതല്ല നല്ല കാര്യം അവർ നന്നായിട്ട് ചെയ്യാൻ വരുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയായിരുന്നു. ബേബീസ് ഡാൻസ് സിംഗിങ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. 4-7 ബേബീസ് പറയായിരുന്നു മോം ഞങ്ങൾ ഞങ്ങൾ ഡാഡി മോദി സിംഗറാവ് പോവാ എന്ന് പറയായിരുന്നു. ഇത് ഹീറോ ഷാക്കായിരുന്നു. ഗേളുവിനിടയ്ക്കൊക്കെ ആയിരുന്നു. മോം ഞാനൊരു ആക്ടറാ പോവാ എന്ന് പറയായിരുന്നു. ഹീറോയ്ക്ക് കണ്ണ് പുറത്തായിരുന്നു. എനിക്ക് എല്ലാ ചേട്ടന്മാരെ പവറും കൂടെ ഉണ്ട്. അത് മാത്രമല്ല ഗോസ്റ്റിന് പിടിക്കാൻ പറ്റൂ എന്ന് ബേബി പറഞ്ഞു. ഇത് കേട്ട് ഷാക്കായ ഹീറോയ്ക്ക് എന്താ പിടിക്കാൻ പറ്റൂ അതേക്കുറിച്ച് ആരായി ചെയ്യാൻ പറ്റുമോ എന്ന് ബേബി പറയായിരുന്നു. ഇത് കേട്ട് ഹീറോ ഷാക്കായിരുന്നു. ഉണ്ടായില്ലെന്ന് അറിയാൻ പറ്റൂ എന്ന് പറയുന്നു. ഹീറോ ചിരിക്കായിരുന്നു. ശരിപ്പാ എന്ന് പറയായിരുന്നു. അങ്ങനെ ബേബീസ് എല്ലാം ഹീറോയെല്ലാം ഭയങ്കര ഹാപ്പിയായിരുന്നു. ഫാമിലി ഹാപ്പി എൻഡിങ് സ്റ്റോറി. ബൈ ബൈ ടാടാ. കണ്ടിട്ട് നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാടാ ബൈ ബൈ. നിങ്ങൾ കണ്ടിട്ടായി സ്റ്റോറി ഒന്ന് കൊണ്ട് നോക്കാതിരിക്കാൻ പാടില്ല. ബൈ ബൈ ടാടാ.